ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ. മൊബൈലിൽ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ ഡെയിലി സെർച്ച് ചെയ്യാറുണ്ട്. എന്ത് കാര്യങ്ങളും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കണമെങ്കിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ആരുടെയെങ്കിലൊക്കെ പ്രമുഖ വ്യക്തികളുടെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യണമെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൂഗിളിൽ കിട്ടും. പക്ഷേ ഗൂഗിളിൽ നമുക്ക് നമ്മൾ അറിയാത്ത കുറേ സെറ്റിംഗ്സുകളുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു ഹോം സ്ക്രീനിൽ നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ ഗൂഗിളിലേക്ക് കയറാം. ഗൂഗിളിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നമുക്കിവിടെ ആരുടെയെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. മമ്മൂട്ടി എന്നൊന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. മമ്മൂട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കുറേ ഫോട്ടോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ തന്നെ ഒഫീഷ്യൽ പേജ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയ നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മമ്മൂട്ടി മാത്രമല്ല മോഹൻലാൽ അങ്ങനെയുള്ള പ്രമുഖ വ്യക്തികൾ, അബ്ദുൽ കലാം അങ്ങനെയുള്ള ആരുടെ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. നമുക്കിവിടെ മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒഫീഷ്യൽ പേജിൽ നമുക്കൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് കൃത്യമായി നോക്കാം. മമ്മൂട്ടി.com ഇതാണ് ഒഫീഷ്യൽ പേജാണ്. നമുക്കത് സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് അവർ ജനിച്ച വർഷം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏത് ലാംഗ്വേജ് മാത്രം അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷയം തന്നെയായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇത് നമുക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മളൊരു ഫില്ല് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ നമുക്കൊന്ന് കയറി നോക്കാം. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളെന്താ ടാക്സ് റിട്ടേൺസ് എന്തെങ്കിലും ഫയൽ ചെയ്യാനാണ്, അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ആധാറിൻ്റെ സൈറ്റ്, നിങ്ങൾ ഏത് സൈറ്റിൽ നമ്മൾ കയറുകയാണെങ്കിലും ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറി നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് കാണുന്നത്. മറ്റൊരു ലാംഗ്വേജ് നമുക്കിതിൽ കാണുന്നില്ല. അപ്പോൾ നമ്മളിതൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യത വളരെ കൂടുതലാണ്. അത് കണ്ടില്ല, എല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഈ സൈറ്റിൻ്റെ മുകളിലായിട്ട്, അതായത് നമ്മുടെ ഈ ഗൂഗിളിൻ്റെ ടോപ്പിലായിട്ട് 3 ഡോട്ട്സ് അല്ലെ 3 ലൈൻസ് കാണുന്നുണ്ട് അല്ലേ. ആ ലൈൻസിൽ ആ 3 ഡോട്ട്സ് കാണുന്നില്ല. ആ 3 ഡോട്ട്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ട്രാൻസ്ലേറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലൊരു ഗിയർ ഐക്കൺ കാണിക്കുന്നില്ലേ, സെറ്റിങ്സിൻ്റെ ബട്ടൺ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ മാറ്റേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ മനസ്സിലാവുന്ന ഭാഷ, ഇഷ്ടംപോലെ ലാംഗ്വേജുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാ ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. ഹിന്ദി വേണമെങ്കിൽ ഹിന്ദിയോ അങ്ങനെ ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഇവിടെ മലയാളത്തിലേക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് ഒരു തെറ്റുമില്ലാതെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ഫോം വേണമെങ്കിലും ഫില്ല് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. വളരെ നല്ലൊരു അറിവാണ്. കാരണം ഇത് സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞുള്ള സൈറ്റ് അല്ലേ. ആ മമ്മൂട്ടിയുടെ സൈറ്റിൽ നമുക്ക് ഇതേ കാര്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് എല്ലാം ലേറ്റസ്റ്റ് ഫിലിംസ് ഏതൊക്കെയാണെന്നുള്ളതും അവർ ജനിച്ച വർഷം കാര്യങ്ങളെല്ലാം നമുക്കതിൽ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ വായിക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളതിൻ്റെ സെറ്റിങ്സിൽ ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് മലയാളത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മലയാളത്തിൽ തന്നെ വായിക്കാൻ പറ്റും. മലയാളത്തിൽ മാത്രമല്ല, നിങ്ങൾ ഏത് ഭാഷയാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ഇവിടെ കണ്ടില്ലേ കൃത്യമായിട്ട് തന്നെ നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരുന്നതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഭാഷ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഭാഷ ഏതാണോ അതിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് വായിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ ആഡ് ടു ഹോം പേജ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ആഡ് ടു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ Mummutti.com എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. താഴെ ആഡ് എന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അത് ഇതേപോലെ ഒരു ബോക്സ് വരും. നമുക്ക് താഴെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അതുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. പിന്നീട് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിലൊന്ന് മമ്മൂട്ടി എന്ന് കൊടുക്കുന്നതിന് മുന്നേ അടിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക്, അതായത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത വെബ്സൈറ്റുകളൊക്കെ ഇവിടെ കണ്ടില്ലേ ജസ്റ്റ് എന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോഴേക്ക് തന്നെ എന്ത് വരുന്നുണ്ട്, മമ്മൂട്ടി എന്നുള്ള ടോപ്പിൽ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിലേക്ക് നേരിട്ട് പോകാനും സാധിക്കും.
ഇനി മുതൽ നിങ്ങൾ ഗൂഗിളിൽ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അതിലേക്കൊന്ന് മാറ്റിയിട്ടൊന്ന് നിങ്ങളൊന്ന് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അതൊന്ന് നിങ്ങളുടെ ലാംഗ്വേജിലാക്കി വെക്കുക. കൃത്യമായിട്ട് യാതൊരു തെറ്റും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.